ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ആദി. നമ്മൾ ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻസ് മറ്റുള്ളവർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കോ അല്ലാത്തവർക്കോ ആയിട്ടുള്ള ആർക്കെങ്കിലും വിഷമമുണ്ടാകുമോ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആർക്കെങ്കിലും വിഷമമുണ്ടാകുമോ എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വന്നു പോയാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിസിഷൻസ് എടുക്കാൻ പറ്റുമോ? സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഇപ്പോൾ ആർക്കായാലും, ഇപ്പോൾ ഏതൊരാൾക്കായാലും ചിലപ്പോൾ വിഷമം ഉണ്ടായിരിക്കാം. അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അവരിൽ നിന്ന് കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനോ പറ്റണമെന്നില്ല. നമ്മൾ ആ ഡിസിഷൻസ് എടുക്കുന്നത് നമ്മുടെ തീരുമാനം കൊണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ലൈഫ് ഡിസിഷൻസ് കൊണ്ടാണ്. നമ്മുടെ ലൈഫിൽ എന്താണോ എന്നുള്ള നമ്മുടെ കുറച്ച് വിശ്വാസം കൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളൊന്ന് പ്രാവർത്തികമാകുന്നു. അല്ലാണ്ട് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്, അതെങ്ങനെയാണ് അവരെടുക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ അത് ഡിസിഷൻസ് എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് അങ്ങോട്ട് ഉണ്ടാവാം, എന്താണ് അവർക്ക് വിഷയം ഉണ്ടാവുമോ, അത് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ പല രീതിയിലും പാസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. പാസ്റ്റിൽ എന്നല്ല, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ ഡിസിഷൻസ് ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ വലിയ നമ്മുടെ ലൈഫിൽ എടുക്കാൻ പോകുന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്നുള്ള രീതിയിലുള്ള ഡിസിഷൻസ് ആണ് അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതെങ്കിൽ അത് ഒരു നല്ല കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലും അല്ല എന്നേ ഞാൻ പറയുന്നു. ബിക്കോസ് നമ്മുടെ ലൈഫ് നമുക്ക് മാത്രമുള്ളതാണ്. ആ ലൈഫ് എത്ര ലൈഫുണ്ട്? ആകെ ഒറ്റ ലൈഫ് ഉണ്ട്. നമ്മൾ ആ ഒറ്റ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമുക്ക് വേണ്ടിയായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. പല ഡിസിഷൻസ് എടുത്ത് അത് നെഗറ്റീവാണെന്ന്, അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് തോന്നിയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസിഷൻസും മറ്റുള്ളവർക്ക് വേണ്ടി എടുത്ത് മാറ്റിവെച്ച് അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ള പല മൊമെന്റ്സും ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ തോട്ട് പറയുന്നത്. ബിക്കോസ് നമ്മൾ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അത് എന്തിന് അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റിഗ്രറ്റ് തോന്നുകയും ചെയ്യാം, പറയാൻ പറ്റും. സോ ഈ വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് സെക്ഷൻ പറയുക. ഓക്കെ, ഇറ്റ്സ് മീ ആദി സൈനിങ്.